ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഹെൽത്തി, ഈസി, ടേസ്റ്റി, ചീസി പിസ്സയാണ്. ഹോം മെയ്ഡ് പിസ്സ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ആക്റ്റീവ് ഈസ്റ്റാണ്. നിങ്ങൾക്ക് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റും ഉപയോഗിക്കാം. ആക്റ്റീവ് ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അത് ഡിസോൾവ് ആവാൻ വേണ്ടി വെക്കണം. അതുകൊണ്ട് ഞാൻ അത് വാം വാട്ടറിൽ ഈസ്റ്റും അതുപോലെ ഷുഗറും കൂടെ ആഡ് ചെയ്ത് 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചു. അതിനുശേഷം അത് വീണ്ടും മിക്സ് ചെയ്തിട്ട് അതിനകത്ത് മുട്ട, പാല്, ആവശ്യമായ ഉപ്പും ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഫ്ലോറ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഫ്ലോറ് പേറ്റൻറ്റ് ഫ്ലോറാണ്. അതാണ് ഏറ്റവും ക്വാളിറ്റിയുള്ള ഫ്ലോറ്. പിസ്സയ്ക്ക് ഏറ്റവും നല്ലത് ഈ പേറ്റൻറ്റ് ഫ്ലോറാണ്. ഓൾ പർപ്പസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. അതിനുശേഷം നിങ്ങൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ നന്നായിട്ട് അത് കുഴച്ച് കൊടുക്കണം. നല്ലവണ്ണം അത് സോഫ്റ്റായിട്ട് തന്നെ കുഴച്ച് കൊടുത്തതിന് ശേഷം ഒരു 1 to 2 അവർ നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിന് ശേഷം ഞാൻ ഇവിടെ 2 എഗ്ഗ് എടുത്തിട്ടുണ്ട്. കുറച്ച് ഒലിവ് ഓയിലും കൂടെ മിക്സ് ചെയ്ത് അത് മാറ്റി വെക്കുന്നുണ്ട്. അത് നമുക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഞാനിവിടെ ആവശ്യമായ വെജിറ്റബിൾസ് എടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാൻ ഡിഫറെൻറ്റ് കളറിൽ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഹോട്ട് ഡോഗ്, അതുപോലെ മഷ്റൂം, ഒനിയൻ, ടൊമാറ്റോ, അതുപോലെ തന്നെ ഗാർലിക്, ഒലിവ്, കായ കുരു കളഞ്ഞ് കട്ട് ചെയ്തത് എടുത്തിട്ടുണ്ട്. അതുപോലെ മഷ്റൂം ഇവിടെ എടുത്തിട്ടുണ്ട്. ഇത്രയും വെജിറ്റബിളാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പാനിനകത്ത് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടതിന് ശേഷം ഇത് ചെറുതായി ഒന്ന് പിടിപ്പിച്ചെടുക്കാം. ഇത് അധികം വേകേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ബേക്ക് ചെയ്യുമ്പം ഇതെല്ലാം തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ചെറുതായിട്ട് ചൂടാക്കിയതിന് ശേഷം ഇത് നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ തന്നെ ഈ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. ഈ മാവ് ഇതേപോലെ ഉരുളകളാക്കി മാറ്റിയതിന് ശേഷം ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം ഈ മാവ് കുറച്ചുകൂടെ പൊങ്ങി വരും. അതിന് ശേഷം നമ്മൾ ഓരോ ബോളും എടുത്ത് ഇതുപോലെ കട്ടിയുള്ള ബേസ് ആയിരിക്കണം. നമ്മുടെ പിസ്സയുടെ ബേസ് എന്ന് പറയുന്നത് നന്നായി കട്ടി വേണം. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്യാം. ഞാനിവിടെ ഇങ്ങനെ ഈ രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ പിസ്സയുടെ ടൊമാറ്റോ പേസ്റ്റാണ് എടുത്തിരിക്കുന്നത്. ഇനി ഞാനിത് ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റുകയാണ്. ബേക്കിംഗ് ട്രേയിലാക്കിയതിന് ശേഷം ഒരു ഫോർക്ക് കൊണ്ട് നന്നായി ഒന്ന് കുത്തിട്ട് കൊടുത്തിട്ടുണ്ട്, ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം ഇത് ബേക്ക് ചെയ്യുമ്പോൾ എല്ലായിടും ആവി കയറി പെട്ടെന്ന് വേകാൻ വേണ്ടിയാണ്. അതിന് ശേഷം ഞാൻ ടൊമാറ്റോ പേസ്റ്റ് അതിൻ്റെ ബേസിൽ തേച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ അവിടെ ചൂടാക്കി വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ ആവി കയറ്റി വെച്ചിരിക്കുന്ന നമ്മളുടെ വെജിറ്റബിൾസ് നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ഡോഗും ഒലിവ് കായും നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം നമുക്ക് നന്നായിട്ട് അത് നിരത്തി വെച്ചതിന് ശേഷം ഏറ്റവും ഒടുവിലായിട്ട് നമ്മളുടെ മൊസറല്ല ചീസാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ മൊസറല്ല ചീസ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതുകൊണ്ടാണ് ഞാൻ ചീസ് ഉപയോഗിച്ചത്. ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസാണ് മൊസറല്ല ചീസ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചീസ് ഉപയോഗിക്കാം. പല ടൈപ്പിലും ഫ്ലേവറിലും നമുക്ക് ചീസ് അവൈലബിൾ ആണ്. ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് മൊസറല്ലയാണ്. ഞാൻ ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിൽ വെച്ചു. ഒരു 15 മിനിറ്റ്സ് മാത്രം മതി നമ്മുടെ പിസ്സ റെഡി ആവാൻ വേണ്ടി. അതേ സമയത്ത് തന്നെ ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ ബട്ടർ പേപ്പർ ഇട്ട് കൊടുത്തതിന് ശേഷം ഈ പിസ്സ ഞാൻ അടുപ്പിൽ വെച്ചിട്ട് വേവിച്ച് നോക്കി. നല്ല രീതിയിൽ നമുക്കത് വെന്ത് കിട്ടും. അതുകൊണ്ട് ഓവൻ ഇല്ലാത്തവർക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് അടുപ്പിൽ ഉണ്ടാക്കാം. ഇത് നന്നായി ചീസ് മെൽറ്റ് ചെയ്യുന്നിടം വരെ മാത്രം ചെറിയ തീയിലിട്ട് വേവിക്കുക. ചെറിയ തീയില്ലെങ്കിൽ നമുക്ക് അരിഞ്ഞു പോകും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുന്നതിന് പകരം ഒരു കട്ടിയുള്ള പാൻ എടുത്ത് ഡയറക്റ്റ് ഫ്ലെയിമിൽ വെക്കുക. അതിൻ്റെ മുകളിലൊരു തവ ഉപയോഗിച്ചിട്ട് അതിനകത്ത് നിങ്ങൾക്ക് ബേക്ക് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പോൾ ഡയറക്റ്റ് ഫ്ലെയിം കിട്ടത്തില്ല, കരിഞ്ഞു പോകത്തില്ല. കണ്ടില്ല, നല്ല രീതിയിൽ അത് കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള പിസ്സയാണ്. അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഞാനിത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്. കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഇഷ്ടപ്പെട്ടു. അവരൊക്കെ നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കാനാണെങ്കിൽ ഒരുപാട് കോസ്റ്റ് ആവും. അതുകൊണ്ട് വീട്ടിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.